വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഇന്നലെ വരച്ചിരുന്ന സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയി ഒരു പിൻബാർ ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. അതായത് വലിയൊരു റിജക്ഷൻ ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തുടക്കത്തിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം. അതിനു മുന്നേ നമുക്ക് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇന്നലെയും മിനിഞ്ഞാന്നും വന്ന് റിജക്ഷൻ എടുത്ത ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ദിവസമാണ്. നോക്കിയാൽ കാണാം, കോർ PPA വരുന്നുണ്ട്. ഇന്ത്യൻ സമയം 7 മണിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ PPA വരുന്നുണ്ട് ഇന്ത്യൻ സമയം 7 മണിക്ക് തന്നെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ന്യൂസ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അതും ഇന്ത്യൻ സമയം 7 മണിക്ക് തന്നെയാണ്. എല്ലാം പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. എക്സ്പെഷ്യലി അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ആണ്. എന്തായാലും ഇതിന്റെ എല്ലാം യൂഷ്വൽ ഇഫക്റ്റുകൾ നോക്കാം. കോർ PPAയുടെ പ്രീവിയസ് 0.0% ആയിരുന്നു. ഇത്തവണ വന്നിരിക്കുന്ന 0.3 ആണ്. അതായത് ഫോർകാസ്റ്റ് 0.3 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നതാണ് പറയുന്നത്, അല്ലെങ്കിൽ കറൻസി സ്ട്രോങ് ആവുന്നതാണ്. അതുപോലെ തന്നെയാണ് PPAയുടെയും ഫിഗർ 0.2% ആയിരുന്നു. ഫോർകാസ്റ്റ് വരുന്നത് 0.3% ആണ്. അതും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ഫേവറബിൾ ആവും എന്നാണ് പറയുന്നത്. ഇനി വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ന്യൂസ് ആണ്. പ്രീവിയസ് വന്നിരിക്കുന്നത് 219K ആണ്. പ്രീവിയസ് വന്നിരിക്കുന്നത്. ഫോർകാസ്റ്റ് വരുന്നത് 217K ആണ്. അതായത് പ്രീവിയസിനേക്കാളും കുറച്ച് താഴെയാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ താഴ്ന്ന് ഒരു നല്ലൊരു ഫിഗർ കിട്ടുകയാണെങ്കിൽ USDക്ക് ഫേവറബിൾ ആവുകയും USD സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നല്ലൊരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസ് ആക്ഷൻ എടുത്തിട്ട് ഒരു ട്രെൻഡ് ഡയറക്ഷൻ പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ രീതിയിൽ ഒന്നും ഭീഷണിയില്ല. മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രമല്ല, ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ സൂക്ഷിക്കണം. രണ്ട് സൈഡിലേക്കും ഒരുപക്ഷെ മൂവ്മെന്റ് തന്ന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വന്ന് 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി കാണുന്നുണ്ട്. മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 1 അവറിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഈ ലോയുടെ മുകളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നിട്ടുണ്ട്. റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത്. അവിടെ തന്നെ നോക്കിയാൽ കാണാം, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകം കൂടി നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നമുക്ക് ഒരു ബ്രേക്ക് തന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. വീണ്ടും നോക്കിയാൽ കാണാം, ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് മുൻപത്തെ 1 അവറിന്റെ ക്യാൻഡിലെ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ഏരിയനെ കുറിച്ചിട്ടാണ്. ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതവണ മാർക്കറ്റ് വന്ന് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്തൊരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ആണ്. അതിന്റെ പ്രത്യേകത കൂടി നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സെല്ലിംഗ് ക്യാൻഡിൽ പുൾ ബാക്ക് തന്നിട്ട് അവിടെ നിന്നൊരു വലിയൊരു സപ്ലൈ നടന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പൊ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഏരിയകളാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് നോക്കിയാൽ കാണാം, ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുത്ത് മുകളിലോട്ട് പോയി, വീണ്ടും റീടെസ്റ്റ് വന്നു, വീണ്ടും റീടെസ്റ്റ് വന്ന് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ട്രെൻഡ് ലൈന് ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ലൈനിന്റെ മുകളിലോട്ട് വന്നിട്ട് ട്രെൻഡ് ലൈനിലേക്ക് ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഉണ്ട്. ആ ഒരു എൻട്രി റെസിസ്റ്റൻസ് വരെ നമുക്ക് വെക്കാവുന്നതാണ്.
അങ്ങനെ ഒരു എൻട്രി ഉണ്ട്. അതായത് ഒരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് വരുന്ന സമയം മാത്രമല്ല മാർക്കറ്റ് ഈ ഒരു ലൈനിന്റെ മുകളിൽ നേരത്തെ വരച്ച റെസിസ്റ്റൻസിന്റെ മുകളിലും ആയിരിക്കുന്ന സമയത്തായിരിക്കണം ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞിട്ട് കാര്യമായി താഴോട്ടേക്ക് ഇറങ്ങാതെ, അതായത് ഇവിടേക്ക് ഇറങ്ങാതെ ഇതിൽ നിന്ന് തന്നെ ഒരു ചെറിയ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു സെൽ എൻട്രി ഉണ്ട്. അതും ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് തന്ന ഒരു ഏരിയയാണ്. ബ്രേക്ക് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഒരു റീടെസ്റ്റ് തന്ന ഏരിയയാണ്. അപ്പോൾ മാക്സിമം ഒരു ബയേഴ്സ് പ്രസൻസ് ഒക്കെ കൂടുതൽ കാണുന്ന ഏരിയയും കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ടാർഗറ്റ് ഇവിടേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ സെല്ലിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി വലുതായിട്ട് കാണുന്നില്ല. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയൊരു ക്യാൻഡിലോട് കൂടിയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന 1 അവറിൽ വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടേക്കും എത്താനുള്ള സാധ്യത കൂടി നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട് അഡീഷണൽ ആയിട്ട്. ഈ റെസിസ്റ്റൻസ് ഏരിയയും കൂടി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ഹൈയും കൂടി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ്. അപ്പൊ ഇന്ന് അതൊരു പക്ഷെ ഉണ്ടാവുമെന്ന് അറിയില്ല, പറയാനും പറ്റില്ല. കാരണം സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ഉള്ള ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒരു ഓൾ ടൈം ഹൈയും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. കാരണം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്യണം. ചെയ്തതിന് ശേഷം ഒരു പക്ഷെ ഒരു റീടെസ്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റീടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മിക്കവാറും ഇങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഇവിടേക്കായിരിക്കാം. അപ്പൊ അങ്ങനെ റീടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇപ്പൊ 50 മിനിറ്റ്സിന്റെ എൻട്രി സാധ്യതകൾ പറയുന്നത്. അപ്പോ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.